മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടി, രാഹുലിന്റെ സ്വന്തം പാർട്ടി വലിച്ച് ഗതികെട്ട് പുറത്തിറങ്ങിയിരിക്കുന്നു. പരമാവധി കോൺഗ്രസ് പിടിച്ചു നിർത്താൻ ശ്രമിച്ചു, ഒരു തരത്തിലും നടന്നില്ല. അവസാനം പുറത്തെറിയേണ്ടി വന്നു. നമ്മൾ ഇതിനു മുമ്പേ തന്നെ ഒരിക്കൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ തെരുവിൽ നിന്ന് പ്രസംഗിച്ചത് ഒരു മലയാളി പോലും മറക്കരുത്. സുരേഷ് ഗോപി മുതൽ നരേന്ദ്രമോദി വരെ ആളുകൾ വിജയിച്ചത് തന്തയില്ലാത്ത ആളുകളുടെ വോട്ട് വാങ്ങിയാണെന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ തെരുവോരങ്ങളിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് ആ പ്രസംഗം എടുത്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ രാഹുല് അനുഭവിക്കൂ. കാരണം എന്താ, സുരേഷ് ഗോപിയൊക്കെ സഹായിച്ച ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ആളുകളെ, നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്ത ആളുകളെ, രാജ്യത്തെ വലിയൊരു ജനവിഭാഗത്തെ അപ്പനില്ലാത്ത ആളുകളെ എന്ന് വിളിച്ചതിന് രാഹുൽ അനുഭവിക്കും എന്നുള്ളത് നമ്മൾ അന്നേ പറഞ്ഞതാ. തെരുവിൽ നിന്ന് പ്രസംഗിച്ചത് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം, നിങ്ങളതൊന്ന് കേട്ടുവെക്കോ. കുറച്ചു മുമ്പേ പ്രസംഗിച്ചതാ. സുരേഷ് ഗോപിക്ക് പിന്നാലെയും നരേന്ദ്രമോദിക്ക് പിന്നാലെയും നടന്ന് സുഡാപ്പികൾക്ക് വേണ്ടി പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടുവെക്കോ. ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം പുറത്തുവിട്ട വാർത്ത എന്താ? നമ്മളോടൊക്കെ ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളോട് നമ്മുടെ പേര് ചോദിക്കുമ്പോൾ നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മുടെ പേരെഴുതി. അച്ഛൻ്റെ പേര് ചോദിക്കുമ്പോൾ അതിനേക്കാൾ അഭിമാനത്തോടെ അച്ഛൻ്റെ പേരെഴുതി. അമ്മയുടെ പേര് ചോദിക്കുമ്പോൾ അതിനും അഭിമാനത്തോടെ നമ്മൾ അമ്മയുടെ പേരെഴുതി. എന്നാൽ നരേന്ദ്രമോദിയെ ജയിപ്പിച്ച, സുരേഷ് ഗോപിയെ ജയിപ്പിച്ച BJP-ക്കാർക്ക് അച്ഛൻ്റെ കോളം എടുക്കുമ്പോൾ PQRST എന്നാണ് പേര്. അമ്മയുടെ പേരെഴുതാൻ പറയുമ്പോൾ കാച്ചാട്ടാത്താപ എന്നാണ് എഴുതുന്നത്. അങ്ങനെ PQRST അച്ഛന്, കാച്ചാട്ടാത്താപ അമ്മയിലുണ്ടായ കുറെ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് BJP-യുടെ നരേന്ദ്രമോദിയെ തൊട്ട് സുരേഷ് ഗോപി അവരെ വിജയിപ്പിച്ചത് എന്നുള്ള ഏറ്റവും ഭീതിജനകമായ വാർത്ത പുറത്തേക്ക് വരികയാണ്. BJP-ക്കാർക്കിടയിൽ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധനായ കള്ളൻ ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹം പലകുറി കേരളത്തോട് പറഞ്ഞതാണ്, ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുകയാ എന്ന്. അന്നേരമൊന്നും നമ്മൾ വിശ്വസിച്ചില്ല. നമ്മൾ വിചാരിച്ചു അതുപോലെ ശ്രീ സുരേഷ് ഗോപി എന്തോ വിടുവായിത്തം പറയുന്നതാണ് എന്ന്. പക്ഷേ അദ്ദേഹം ആ കള്ളന്മാർക്കിടയിൽ ഏറ്റവും സത്യസന്ധനായ കള്ളനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്, ഞാൻ ജയിക്കുകയല്ല കട്ടെടുക്കുകയാണ് എന്ന് നിരവധി തവണ സുരേഷ് ഗോപി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി തൊട്ട് ഇന്ന് BJP-ക്കാർ കൈയാളുന്ന മുഴുവൻ പദവികളും ഈ രാജ്യത്തെ ജനാധിപത്യത്തെ മോഷ്ടിച്ച് അവർ നേടിയ വിജയങ്ങളാണ്. നിങ്ങൾ കേട്ടില്ലേ, പച്ചക്കള്ളം സുഡാപ്പികൾക്ക് വേണ്ടി നിരന്തരം തെരുവിൽ പ്രസംഗിച്ച് നടന്നിട്ടുള്ള ഒരു വ്യക്തിയാ ഈ രാഹുൽ മാങ്കൂട്ടത്തില്. ഇവനോടൊന്നും ബോധമുള്ള ഒരു മലയാളിയും ഒരു സഹതാപവും ഒരിക്കലും മുന്നോട്ട് വെക്കേണ്ടതില്ല. ഇവിടെ കുറെ ആളുകൾ ഇപ്പൊ സഹതാപമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ജയ് ശ്രീറാം വിളിച്ച് നരേന്ദ്രമോദി ആളെ കൊല്ലാൻ പറഞ്ഞയക്കുമെന്നും പറഞ്ഞവന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തില്. നമ്മുടെ ചാനലിൽ നമ്മൾ അതും ചെയ്തിട്ടുണ്ട്. സുഡാപ്പികൾക്ക് വേണ്ടിയേ ജയ് ശ്രീറാം വിളിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ആളെ കൊല്ലാൻ പറഞ്ഞയക്കലുണ്ട് എന്നത് ഉൾപ്പെടെ പ്രസംഗിച്ചവന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തില്. അവരൊക്കെ അവന്റെ സ്വന്തം പാർട്ടി പോലും തെറ്റു മനസ്സിലാക്കി പുറത്താക്കിയിരിക്കുന്നു. രാഹുല് വളരെ വലിയ രീതിയിൽ തോന്നിയത് ചെയ്തു നടന്ന അഹങ്കാരിയാണ് എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ ഇപ്പോ വിളിച്ചു പറയൽ തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ എത്ര വനിതാ നേതാക്കളാണ് ഈ രംഗത്തെത്തിയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയുന്നത്. T സിദ്ദീഖിന്റെ ഭാര്യ പോലും രംഗത്തിറങ്ങിയിട്ട് ഏറ്റവും ഒടുവിൽ എന്താ വിളിച്ചു പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുന്നത് ഏതെങ്കിലും BJP-ക്കാരനല്ല, ഏതെങ്കിലും ഇടതുപക്ഷക്കാരനല്ല, മറിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ എന്താ വരുത് എന്ന് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അത്രത്തോളം നെറുകേട് ചെയ്തല്ലേ രാഹുൽ മാങ്കൂട്ടത്തില് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഇവിടെ കുറെ ആൾ ഉമ്മൻചാണ്ടിയായിട്ടും ഉപമിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് പുറത്തു നിന്ന് അവരുടെ പാർട്ടിയിൽ ഒരു സ്ത്രീ രംഗത്തെത്തിയതൊന്നല്ല, പുറത്തു നിന്നാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് അകത്ത് നിന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന നിരന്തരം പരാതികള്, നിരന്തരം വിഷയങ്ങള്. KC വേണുഗോപാലിന്റെ ഭാര്യ പോലും ഇവരെ എതിർത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ലേ? അങ്ങനെ എത്ര ആളുകൾ ഈ രംഗത്തെത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചിട്ടില്ലേ? ഇപ്പോഴും കുറെ ന്യായീകരണ ഉളുപ്പില്ലാത്ത തൊഴിലാളികളുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട്. ഒരു ഉളുപ്പുമില്ലാതെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകള്. അവരോടൊക്കെ പറയാനുള്ളത് ഇപ്പൊ എന്തു പറയുന്നു?
മുൻകൂർ ജാമ്യമൊക്കെ റദ്ദ് ചെയ്തിരിക്കുന്നു. ഇതോടുകൂടിയാണ് കോൺഗ്രസ് ഇപ്പൊ എടുത്ത് വലിച്ചു പുറത്തിട്ടുള്ളത്. പച്ചക്കള്ളം, അഹങ്കാരത്തില് തനിക്ക് എന്തും ആർക്കെതിരെയും പറയാമെന്നുള്ള അഹങ്കാരമാണ് ഈ ഒടിഞ്ഞു വീണിട്ടുള്ളത്. അങ്ങേറ്റത്തെ അഹങ്കാരമാണ് ഈ ഒടിഞ്ഞു വീണിട്ടുള്ളത്. കുറെ ആളുണ്ട് സഹതാപമായിട്ട്. ഇത് സഹതപിക്കേണ്ട ഒരു വിഷയമല്ല, ഇത് കള്ളത്തരമാണ് എന്ന് പറയുമ്പോ ഒരു വിഷയമാണോ? ഇത് എത്ര വിഷയങ്ങളാ വരുന്നത്? ഇവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ എന്തൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? സകല ആളുകളും തിരിച്ചറിയാ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനാൽ ഏതായാലും കോൺഗ്രസ് കേരളത്തിൽ ഏകദേശം തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുക. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ ഇത് വലിയ രീതിയിൽ ബാധിക്കും. ഇനി ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? ശശി തരൂർ രംഗത്തെത്തിയിട്ട് ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരെയും ഒരു മൂലയിലേക്ക് അങ്ങ് ആക്കിയിട്ടുണ്ട്. ശശി തരൂർ യാഥാർത്ഥ്യം വിളിച്ചറിയാം. ശശി തരൂർ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്റെ പുതിയ തരൂർ തിങ്ക് കോളം പാർലമെന്റിനെ തടസ്സപ്പെടുത്തുന്ന രീതിയെക്കുറിച്ചും പാർലമെന്ററി നിലവാര തകർച്ച നമ്മുടെ ജനാധിപത്യത്തെ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു എന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നു. പ്രതിപക്ഷത്തിന് ആഴ്ചയിൽ ഒരു ദിവസം പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അനുവദിച്ചുകൊണ്ട് തടസ്സപ്പെടുത്തൽ നിയമവിരുദ്ധമാക്കിക്കൊണ്ടും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാന ചർച്ചാവേദി സംരക്ഷിക്കുന്നതിനെ കുറിച്ച് സമവായം ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ശശി തരൂരാണ് പറയുന്നത്. അതായത് ഒരു ദിവസം മാത്രം തടസ്സപ്പെടുത്തലൊക്കെ ഉണ്ടായാൽ മതി, പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ മതി, മറ്റ് സമയങ്ങളിൽ തടസ്സപ്പെടുത്തലൊക്കെ നിയമവിരുദ്ധാക്കണമെന്ന്. ഇതൊക്കെ നരേന്ദ്രമോദി സർക്കാർ ചെയ്താല് ഇവിടെ വാസിസോ എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളില്ലേ ആളുകള്? ഏതായാലും ശശി തരൂർ ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു. നമ്മുടെ സഭയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്താൻ പ്രതിപക്ഷം, കോൺഗ്രസ് മാത്രമെന്നല്ല പറയുന്നത്, പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. അത് ശരിയല്ല എന്ന് ശശി തരൂരാ പറയുന്നത്. ശശി തരൂർ ദേശീയ തലത്തിലെ കോൺഗ്രസിനെ അങ്ങ് വലിച്ചു കയറുന്നുണ്ട്, രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രതിപക്ഷം എന്താണ് എന്നുള്ളത് ചുരുങ്ങി പറഞ്ഞാല് BJPക്ക് പ്രത്യേകിച്ച് ഒരു പണി എടുക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. കോൺഗ്രസിന്റെ എതിരെ എന്തെങ്കിലും പറഞ്ഞ് അവരുടെ തകർച്ചയൊക്കെ ആ രീതിയിലേക്കൊന്നും ഒരു ആവശ്യം നിലവിലേതായാലും BJPക്ക് പോലും ആവശ്യം വരുന്നില്ല. അവർ രംഗത്തിറങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഇത് കോൺഗ്രസ്സുകാരനെ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകദേശം തകർത്ത് തരിപ്പണാക്കിയിരിക്കുന്നു. ദേശീയ തലത്തിൽ ശശി തരൂര് തകർക്കല്ല, യാഥാർത്ഥ്യമാണ് പറയുന്നത്. ആ യാഥാർത്ഥ്യം പറയുമ്പോ ബോധമുള്ള മലയാളികളും ബോധമുള്ള രാജ്യത്തെ ജനങ്ങൾ എന്ത് മനസ്സിലാക്കൂ? രാജ്യത്തെ സഭയിൽ പോലും ഒരു മാന്യമര്യാദക്കുള്ള ചർച്ച, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച പോലും നടത്താൻ കോൺഗ്രസ് അനുവദിക്കുന്നില്ല എന്നു ഇനിയും സകലരോടും പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം, വോട്ട് ചോരി എന്നൊക്കെ പൊക്കിപ്പിടിച്ച് അതിനെ പിന്തുണക്കുന്ന സകലരും ഒന്ന് തിരിച്ചറിയാ, ഈ കോൺഗ്രസിന് ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന്, ഏതെങ്കിലും ഈ രാജ്യത്തെ ഒരു പൗരന് വോട്ട് ചെയ്യാൻ സാധിക്കും? ഒരു ഭാഗത്ത് ഫുള്ള് പെണ്ണ് കേസ്, മറുഭാഗത്ത് തരൂർ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ കോൺഗ്രസ് ഒന്നിനും കൊള്ളില്ല എന്ന് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ നേതാവ് തന്നെ വിളിച്ചു പറയുമ്പോ ബോധവും വിവരവും വിവേകമുള്ള മനുഷ്യന് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറ്റുമോ? വോട്ട് ചോരി എന്നല്ല, കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ബോധമുള്ള ആളുകൾ ഇല്ലാഞ്ഞിട്ടാണ്, എന്നിട്ട് 8 നിലയിൽ പൊട്ടിയിട്ടാണ് വോട്ട് ചോരി എന്നൊക്കെ പറയുന്നത് എന്നും സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയുക.